2010 ആ ഒരു പെർഫോമൻസ് UDF ആവർത്തിക്കുമോ എന്ന് നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് അല്പസമയം നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഓരോ ജില്ലകളിലും നമ്മൾ കൃത്യമായും നോക്കേണ്ട വീറുറ്റ പോരാട്ടങ്ങൾ നടക്കുന്ന കോർപ്പറേഷനുകൾ ഏതൊക്കെ, മുനിസിപ്പാലിറ്റികൾ ഏതൊക്കെ, ആരൊക്കെയാണ് കീ കാൻഡിഡേറ്റ്സ്, അവിടെ മൂന്ന് മുന്നണികളുടെ UDF, LDF, NDA ഈ മൂന്ന് മുന്നണികളുടെയും ഒരു സാധ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമയം 7:26 ആയി കഴിഞ്ഞിരിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏകദേശം ഒരു 8:30 ആദ്യ ഫല സൂചനകൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ ഇവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. അതിനുശേഷം ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ലഭിക്കും. എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. എനിക്ക് തോന്നുന്നു സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ, സ്ട്രോങ് റൂമുകൾ ഒരു കുറച്ചു മുമ്പാണ് തുറന്നത്. ഇത്രയും നാൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം തന്നെയാണ് കാണുന്നത്. ആരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് രാവും പകലും ഉറക്കമുളച്ച് തന്നെ വർക്ക് ചെയ്തിരുന്നു, ആരാണ് വിജയിക്കുക എന്നറിയാനുള്ള ആദ്യം ഞാൻ അറിയണം എന്നുള്ളത് തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആകാംക്ഷയോടുകൂടിയുള്ള ഒന്ന് തന്നെയാണ് ഇത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക, ഈ ഒരു തെരഞ്ഞെടുപ്പ് നിർണായകമാക്കുന്നത് മറ്റൊരു ഘടകം കൂടിയാണ്. അതായത് ഈ മണ്ഡലം പുനർക്രമീകരണം, വാർഡുകൾ പുനർക്രമീകരിച്ചിരിക്കുന്നു. ചില ഗ്രാമപഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ വാർഡുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അതിർത്തികൾ പുനർനിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇരു മുന്നണികളും പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. ചില മുന്നണികൾക്ക് അനുകൂലമായിട്ട് വാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ചില കഴിഞ്ഞ വർഷം നിർണായകമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുള്ള ചില മേഖലകളിൽ, പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ ചില മുന്നണികൾക്ക് മേൽക്കൈ ലഭിക്കുമെന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ മാറിയ ഒരു രാഷ്ട്രീയ ഭൂപട സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലേക്ക് ജനമനസ്സ് എങ്ങോട്ടായിരിക്കും, മാറിയ രാഷ്ട്രീയ ഭൂപട സാഹചര്യത്തിൽ എങ്ങോട്ടായിരിക്കും എന്നതിന്റെ ആദ്യ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നമുക്ക് നൽകും. എനിക്കൊന്ന് റോജി, കൗതുകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ വലിയൊരു ശിക്ഷാവിധിയുടെ പുറകെയായിരുന്നു മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ. അപ്പൊ ഇന്ന് ജനങ്ങൾ നടത്തുന്ന ശിക്ഷാവിധിയുടെ പുറകെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളവും മാധ്യമങ്ങളും ഒക്കെ എന്നത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ തലസ്ഥാനം, ആ തലസ്ഥാനം ഏത് മുന്നണിയുടെ തലസ്ഥാനമായി തീരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്ത് കീ കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നേരത്തെ റോജി പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. ആ കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് BJP ഏത് വിധേനയും BJP ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ആർ ശ്രീലേഖ IPS പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പത്മിനി തോമസിനെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ അവിടെ അണിനിരത്തിയിരിക്കുന്നു. ശ്രീലേഖ IPS ശാസ്തമംഗലം ആ ഒരു വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത് UDF നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെ, ശബരിനാഥിനെ ഇറക്കിയത് ആ ചിത്രം തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഓർക്കുക. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ 100 ഡിവിഷനുകളാണ്, ഈ കോർപ്പറേഷനിലേക്കുള്ള 100 വാർഡുകളാണ്, ഡിവിഷനുകളാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് 101 മാറിയിരിക്കുന്നു. കഴിഞ്ഞ തവണ LDF ലഭിച്ച ഏകദേശം 51ഓളം ഒരു വാർഡുകളാണ്. NDAക്ക് ലഭിച്ചത് ഏകദേശം 34ഓളം വാർഡുകളാണ്. UDF 10ലേക്ക് ഒതുങ്ങുന്നു. ഈ 2015ലും NDAക്ക് ലഭിച്ചത് 34 വാർഡുകളാണ്. പക്ഷേ പ്രത്യേകം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക, 2015ൽ അവർക്ക് ലഭിച്ച 11 വാർഡുകൾ 2020ൽ നഷ്ടമാകുന്നു. പക്ഷേ 2020ൽ 11 അധിക വാർഡുകൾ, പുതിയ വാർഡുകൾ NDAയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. മാത്രമല്ല 2015ൽ LDFന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 43 ആണ്. അത് 2020 ആയപ്പോഴേക്കും ഏകദേശം 51ലേക്ക് ഉയർത്താൻ അവർക്ക് സാധിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് മുൻ മേയറായിട്ടുള്ള പ്രശാന്ത് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം രണ്ടാം പ്രളയ കാലഘട്ടത്തിൽ പ്രശാന്തിന്റെ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസ് ജനങ്ങളെല്ലാം സംസാര വിഷയമാക്കിയ ഒരു കാര്യമാണ്. കാരണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അത് ഒക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷമാകാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അവര് UDF എന്ന് പറയുന്നത് 10 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി 34 തോന്നുന്നു അല്ലെ, 34 BJP 34 സീറ്റ് നേടി ശക്തമായ പ്രതിപക്ഷമായി മാറാൻ BJPക്ക് അവിടെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രനെതിരെയൊക്കെ അഴിമതി ആരോപണങ്ങൾ, പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ BJP ഉയർത്തുന്നു. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സാന്നിധ്യമായിട്ട് മാറാൻ അവർക്ക് സാധിക്കുന്നു. മാത്രമല്ല ഏകദേശം എനിക്ക് തോന്നുന്നു 30 വർഷത്തിലധികമായിട്ട് UDF അവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആ ഒരു ഭരണത്തിൽ നിന്നും അകലെയാണ് നിൽക്കുന്നത്. ക്രമാനുഗതമായിട്ട് അവരുടെ സീറ്റ് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ 10 സീറ്റിലേക്ക് UDF ഒതുങ്ങിയിരിക്കും. നമ്മളറിയാം, കവടിയാറിലേക്ക് വരികയാണെങ്കിൽ ശബരിനാഥ് മത്സരിക്കുന്ന കവടിയാർ മണ്ഡലം, അത് UDFന് അത്ര ഒരു സേഫ് സോൺ ആയിട്ടുള്ള മണ്ഡലമല്ല. 23ാമത്തെ വാർഡാണ് കവടിയാർ എന്ന് പറയുന്നത്. ശബരിനാഥ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷ മുന്നോട്ട് വെച്ചെങ്കിലും ഇന്ന് രാവിലെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നതും അത്ര
കാര്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇത് എപ്പോഴാണ് മാറി മറിയാതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ശബരിനാഥിന്റെ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അത്ര സേഫ് ആയ ഒരു സ്ഥലമല്ല കവടിയാർ എന്ന് പറയാം. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് അവിടെ UDF വിജയിച്ച് കയറിയത്. അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് BJP ആണ്. ഇത്തവണയും BJP ശക്തനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ CPM-ന്റെ മേയർ കാൻഡിഡേറ്റിനെ അട്ടിമറിച്ച ഒരു നേതാവിനെയാണ് BJP അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സേഫ് അല്ല. പക്ഷേ ഒരു VIP മുഖം അത് ചിലപ്പോൾ ഒരു പുഷ് അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ട്. യെസ്, നമുക്കിനി NDA-ലെ മേയർ കാൻഡിഡേറ്റ്സ് നേരത്തെ പറഞ്ഞതുപോലെ ആർ ശ്രീലേഖ IPS ശാസ്തമംഗലത്ത് മത്സരിക്കുന്നു, പത്മിനി തോമസ് മുൻ കായിക താരം പാളയത്ത് മത്സരിക്കുന്നു, ഒപ്പം തന്നെ BJP-യുടെ നേതാവ് VV രാജേഷ് അവിടെ മത്സരിക്കുന്നുണ്ട്. ഇവർ മൂന്നുപേരിൽ ആരെങ്കിലും മേയർ കാൻഡിഡേറ്റ് ആകാൻ സാധ്യതയുണ്ട്. NDA അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ സാധ്യത ശ്രീലേഖ IPS-ന് തന്നെയാണ്. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന വിഷയങ്ങൾ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം, LDF ഭരണകൂടത്തിന്റെ ആ ഒരു അഴിമതി, ഒപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആത്മഹത്യകളൊക്കെ തിരിച്ചടിയാകും. അവരുടെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് ഈ തിരുമല, തൃക്കണ്ണാപുരം അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ആ മേഖലകളിൽ നടന്ന BJP നേതാക്കളുടെ ആത്മഹത്യകളൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്നു. അത് വിവാദ വിഷയമാകാനുള്ള കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് യദു ആയിട്ടുമുള്ള ആര്യയുടെ ഒരു പ്രശ്നം, ഒരു ബസ് തടഞ്ഞു നിർത്തി എന്നുള്ള പ്രശ്നം. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ ഉള്ള ആളുകളൊക്കെ തന്നെ ഈ കാര്യം ചർച്ച ചെയ്യുകയും ഇതിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അത് എത്രത്തോളം BJP ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണ്ടത്. BJP ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം അവിടെ ഉന്നയിക്കുകയും കോർപ്പറേഷനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. തീർച്ചയായും. ഇനി നമ്മൾ LDF-ലേക്ക് വരുമ്പോൾ അവരുടെ മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് SI സുന്ദർ എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവുണ്ട്. അത് അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. ചാലയിൽ അദ്ദേഹം മത്സരിക്കുന്നു. ഒപ്പം തന്നെ ദീപക് എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം പേട്ടയിൽ മത്സരിക്കുന്നു. ഇവർ രണ്ടുപേരുമാണ് മേയർ കാൻഡിഡേറ്റ്സ് ആയിട്ട് LDF ഉയർത്തി കാണിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ അത് ഭരണത്തിൽ നിന്നും അവർ പോവുക എന്നത് LDF-ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അറിയാൻ തലയും മുറുക്കി തന്നെ LDF കോർപ്പറേഷൻ ഭരണം ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവിടെ പോരാട്ടം നടത്തുന്നുണ്ട്. ഇനി നമ്മൾ തലസ്ഥാന നഗരിയിലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോവുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ആറ്റിങ്ങൽ, വർക്കല, ഒപ്പം തന്നെ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര 4 മുനിസിപ്പാലിറ്റികളാണ് നിലവിൽ തലസ്ഥാന നഗരിയിലുള്ളത്. ഈ 4ലും ഭരിക്കുന്നത് LDF തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിൽ ആറ്റിങ്ങലും നെടുമങ്ങാട് അത് LDF-ന്റെ ഉറച്ച കോട്ടകൾ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ തിരുവനന്തപുരത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ, ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കേണ്ടത് 2 മുനിസിപ്പാലിറ്റികളാണ് റോജി. അതായത് ഈ പറയുന്നത് പോലെ നെയ്യാറ്റിങ്കര, വർക്കല. കഴിഞ്ഞ തവണ നെയ്യാറ്റിങ്കരയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് LDF UDF നടത്തിയത്. വർക്കല ഏത് വിധേനയും തിരിച്ചുപിടിക്കുവാൻ BJP നോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ LDF-ന്റെ തൊട്ട് പിന്നിൽ എത്തുവാൻ BJP-ക്ക് സാധിച്ചിരുന്നു വർക്കല. അതുകൊണ്ട് വർക്കല മുനിസിപ്പാലിറ്റി BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചുപിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ 11 സീറ്റാണ് NDA-ക്ക് ലഭിച്ചത്, LDF-ന് 12. അപ്പോൾ വർക്കല മുനിസിപ്പാലിറ്റി, നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി ഇഞ്ചോടിഞ്ച് പോരാട്ടം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF-ന്റെ അപ്രമാദിത്വം. അത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ അവിടെ CPM വലിയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അവരുടെ കേഡർ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ കേഡർ വോട്ടുകൾ ശക്തമായ രീതിയിൽ തന്നെ അവിടെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയാൻ പറ്റുന്നത്. തീർച്ചയായും. അതായത് ടോട്ടൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ 10ലും ഭരിക്കുന്നത് LDF ആണ്. അത് സമാനമായിട്ടുള്ള പാറ്റേൺ നമ്മൾ മറ്റ് ജില്ലകളിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 10ലും ഭരിക്കുന്നത് LDF തന്നെയാണ്. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ LDF-ന്റെ ഒരു അപ്രമാദിത്വം നമുക്ക് കാണാൻ സാധിക്കും. 73 ഗ്രാമപഞ്ചായത്തുകളാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. അതിൽ 51ലും ഭരിക്കുന്നത് LDF ആണ്. NDA 4-ൽ, UDF 14 ഗ്രാമപഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് അമ്പൂരി പോലുള്ള കുടിയേറ്റ മേഖലകളിൽ UDF-ന് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് LDF ആണ് എന്നത് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചുള്ള ആ ഒരു ഇലക്ഷൻ അനാലിറ്റിക്സിൽ നമുക്ക് കൃത്യമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ പ്രേക്ഷകർ ഒരു നക്ഷലായിട്ട് ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ വീറുറ്റ അല്ലെങ്കിൽ നമ്മൾ ഉറ്റുനോക്കേണ്ട പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് BJP പിടിക്കുമോ, UDF നില മെച്ചപ്പെടുത്തുമോ, LDF ആ ഭരണം നിലനിർത്തുമോ എന്നത് വളരെ നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വർക്കല, നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റികളിൽ നടക്കുന്ന പോരാട്ടം നമ്മൾ നോക്കിക്കാണണം. കാരണം ഈ ആറ്റിങ്ങൽ, നെടുമങ്ങാട് LDF-ന്റെ ഉറച്ച കോട്ടയാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 15 വർഷം മുമ്പ് 2010-ലാണ് UDF അവസാനമായിട്ടും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനാൽ തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് 20-6 സീറ്റിൽ UDF, 20 സീറ്റിൽ LDF, NDA 9 എന്നാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തും തിരിച്ചുപിടിക്കുക, NDA കുറെ കൂടി സീറ്റ് കൂടുതൽ നേടുക, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുക, LDF നിലനിർത്തുക, ഇതൊക്കെയാണ് 3 മുന്നണികളുടെയും ലക്ഷ്യം. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ഇനി കൊല്ലത്തേക്ക് വരാം. കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന്റെ ഏറ്റവും ശക്തമായ ഒരു കോട്ട തന്നെയാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനും എല്ലാം സമ്പൂർണമായ ഒരു വിജയം നേടാനായിട്ട് LDF-ന് സാധിച്ചു എന്നുള്ളതാണ്. ഈ പ്രാവശ്യവും കൊല്ലം തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. LDF ഏത് വിധേനയും അവരുടെ ഭരണം
ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, തുടർച്ച തന്നെ ആയിരിക്കുമെന്നാണ്. പക്ഷേ അവിടെ UDF ജ്യോതികുമാർ ചാമക്കാല പോലെയുള്ള നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചാരണങ്ങളൊക്കെയായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല വിഷയം ശക്തമായ രീതിയിൽ കൊല്ലത്ത് ആഞ്ഞടിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ശക്തമായ ഒരു തിരിച്ച് വരവിനാണ് UDF ഒരുങ്ങുന്നതാണ് നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് LDFന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ്. പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ 2000 കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച ആ ഒരു കാലഘട്ടം മുതൽ തന്നെ അവിടെ ഭരിക്കുന്നത് LDF തന്നെയാണ്. അതിനാൽ തന്നെ കൊല്ലം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ അവിടെ ഭരണത്തിൽ കയറുക എന്നത് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. മാത്രമല്ല നമ്മൾ ജില്ലാ പഞ്ചായത്തിലെ നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് LDF 23, UDF വെറും 3 സീറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തും തിരിച്ചുപിടിക്കുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യം തന്നെയല്ല. മറു സൈഡിൽ നമ്മൾ മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരാം. ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ്. ഒരൊറ്റ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ നിലവിൽ UDF ഭരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയും LDFന്റെ ഒരു അപ്രമാദിത്വം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകേണ്ടത് ഈ പറയുന്നത് പോലെ ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ്. പഞ്ചായത്തുകളിലും LDFന്റെ ഒരു അപ്രമാദിത്വം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 68 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് LDF തന്നെയാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ LDF, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF, ജില്ലാ പഞ്ചായത്തിൽ LDF, കോർപ്പറേഷനിൽ LDF. ഇനി നമ്മൾ നോക്കേണ്ടത് മുനിസിപ്പാലിറ്റികൾ അല്ലെ. മുനിസിപ്പാലിറ്റികളിലും കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പരവൂർ, പുനലൂർ 4 മുനിസിപ്പാലിറ്റികളാണുള്ളത് കൊല്ലത്ത് അല്ലെ. അതെ, മുനിസിപ്പാലിറ്റികളിലും LDFന് വ്യക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം കൊല്ലം എന്ന് പറയുന്നത് ഏത് സമയത്തും LDFനെ തുണച്ച ഒരു മണ്ണ് തന്നെയായിരുന്നു. അതെ, അപ്രമാദിതമായ ഒരു തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിലുള്ള വിജയം തന്നെയാണ് കൊല്ലം ജില്ലയ്ക്ക് എന്നും LDF നൽകിയിരുന്നത്. അതിലെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDFന് എത്രത്തോളം ദുഷ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പ്രാവശ്യം ശക്തമായ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ ശബരിമല വിഷയമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടാണ് അവർ പ്രചരണം എല്ലാം നടത്തിയത്. പ്രചരണ ആയുധം തന്നെ അതായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും വോട്ടുകൾ മറയാമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസമാണ് UDF ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ ഈ 4 മുനിസിപ്പാലിറ്റികളിലും നിലവിൽ ഭരിക്കുന്നത് LDF തന്നെയാണ്. അതിൽ തന്നെ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ LDFന് മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമുണ്ട്. പുനലൂരിൽ 21 സീറ്റ് LDF, UDF 14. പരവൂരിൽ ഒരു ഭരണകൂടം തന്നെയായിരുന്നു, ഒരു ഭരണസമിതി തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ അവിടെ നറുക്കെടുപ്പിലൂടെ UDF ഭരിക്കുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ 3 മുനിസിപ്പാലിറ്റികൾ കൊല്ലത്ത് LDF ഭരിക്കുന്നു. ഒരെണ്ണത്തിൽ മാത്രം UDF ഭരിക്കുന്നു. അപ്പോൾ കൊല്ലത്തിന്റെ 2020 ഒരു ചിത്രം എന്ന് പറയുന്നത് LDFന് അനുകൂലമാണ്. തീർച്ചയായും LDFന്റെ അനുകൂലം എന്ന് മാത്രമല്ല LDF തന്നെ മൊത്തം അടക്കി ഭരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോർപ്പറേഷൻ നോക്കിയാലും മുനിസിപ്പാലിറ്റി പോലെ പഞ്ചായത്ത് നോക്കി കഴിഞ്ഞാലും വാർഡ് തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ വരെ LDFന്റെ അപ്രമാദിത്വം തന്നെയായിരുന്നു. അവർ അടക്കി ഭരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു 2020 കണ്ടത്. ആ കാറ്റ് തന്നെ നിലനിർത്തുക എന്നുള്ള വലിയ ഒരു കാര്യമാണ് LDFന്റെ മുന്നിലുള്ളത്. പക്ഷേ അത് പിടിച്ചെടുക്കുക എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും NDA തങ്ങളുടെ വോട്ട് എങ്ങനെ കൂട്ടാം എന്ന ഒരു വലിയ രീതിയിലുള്ള ചിത്രം മുന്നോട്ട് വെക്കും. തീർച്ചയായും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക, നമ്മൾ തിരുവനന്തപുരം യാത്ര ചെയ്തു, കൊല്ലം യാത്ര ചെയ്തു. അവിടങ്ങളിലൊക്കെ LDFന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിനെപ്പറ്റിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം നടത്തിയുടെ ആരൊക്കെയാണ് മേയർ കാൻഡിഡേറ്റ്സ്, നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട മണ്ഡലങ്ങൾ അല്ലെങ്കിൽ വാർഡുകൾ. തിരുവനന്തപുരം പറഞ്ഞപ്പോൾ നമ്മൾ ഈ മുട്ടട പറയാൻ വിട്ടുപോയി അല്ലെ. വൈഷ്ണയുടെ ഒക്കെ ഒരു ഇഷ്യൂ. മുട്ടടയൊക്കെ LDF കോട്ടയാണ്, പക്ഷേ വൈഷ്ണയുടെ ആ ഒരു ഇഷ്യൂ വോട്ട് മാറുന്നു. അതിനുശേഷം വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ഡിവിഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഡിവിഷനാണ് ഈ മുട്ടട എന്ന് പറയുന്നത്. അവിടെ ആര് ജയിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ തട്ടി ആര് വീഴും, ആര് നിലനിൽക്കും, ആര് ചിരിക്കും, ആര് കരയും എന്നത് അറിയാൻ ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ പല വിവാദ വിഷയങ്ങളുടെയും പ്രഭവ കേന്ദ്രം പത്തനംതിട്ട ജില്ലയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമല സ്വർണ്ണപ്പാളി വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ടകമാണ് ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അടൂർ പോലുള്ള മേഖലകൾ. ഒപ്പം തന്നെ ADM നവീൻ ബാബുവിന്റെ ആ ദുരൂഹ മരണം, ഒപ്പം മലയോര മേഖലകൾ നേരിടുന്ന വന്യമൃഗ ശല്യം പോലുള്ള പല വിഷയങ്ങൾ. കേരള കോൺഗ്രസ് എം LDFലേക്ക് വന്നത് പല മലയോര മേഖലകളിലും UDFന് കനത്ത തിരിച്ചടിയായി പത്തനംതിട്ട നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ 2020 പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം തന്നെ LDF അടക്കി വാണ ഒരു സമയം തന്നെയായിരുന്നു. ഇതിനെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് UDF വിചാരിക്കുന്നത്. പത്തനംതിട്ടയിലെ സീറ്റ് നില എങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ? പത്തനംതിട്ടയിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 53 ആണ്. അതിൽ LDF 37, UDF 13, NDA 3. NDA ഭരിക്കുന്ന പഞ്ചായത്തുകൾ കുളനട, ചെറുകോൾ, കവിയൂർ പോലുള്ള പഞ്ചായത്തുകൾ NDA ഭരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റികളിലേക്ക് വരികയാണെങ്കിൽ 4 മുനിസിപ്പാലിറ്റികളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതായത് അടൂര്, തിരുവല്ല, ഒപ്പം തന്നെ പത്തനംതിട്ട, പന്തളം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു VIP ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്, പന്തളം അല്ലെ.
പാലക്കാട് പന്തളം. നിലവിൽ BJP ഭരിക്കുന്ന 2 നഗരസഭകളാണ് പാലക്കാടും പന്തളവും. ഈ പന്തളം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പന്തളം രൂപീകരിച്ചതിന് ശേഷം ഇത് 3ാമത്തെ ഭരണസമിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. LDF-ൽ നിന്ന് 2020-ൽ BJP തിരിച്ചുപിടിച്ച അല്ലെങ്കിൽ BJP ഭരണം പിടിച്ചെടുത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് പന്തളം എന്ന് പറയുന്നത്. നിലവിൽ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് LDF 9, UDF 5, NDA 18. അപ്പോൾ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം അവിടെ NDA-ക്കുണ്ട്. UDF ആകെ ഭരിക്കുന്ന ഒരു നഗരസഭ, പത്തനംതിട്ടയിൽ UDF ആകെ ഭരിക്കുന്ന നഗരസഭ എന്ന് പറയുന്നത് തിരുവല്ലയാണ്. 16-6 എന്ന രീതിയിലാണ് LDF UDF തമ്മിലുള്ള അവിടുത്തെ സീറ്റ് നില എന്ന് പറയുന്നത്. അടൂർ, കൊട്ടാരക്കര ഇവിടങ്ങളിൽ LDF ഭരിക്കുന്നു. കൊട്ടാരക്കരയൊക്കെ LDF-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. പിന്നീട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പത്തനംതിട്ടയിലുള്ളത്. അതും സ്വാഭാവികമായിട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലെ മിക്ക ജില്ലകളിലെയും ട്രെൻഡ് പോലെ തന്നെ പത്തനംതിട്ടയിലും സംഭവിക്കുന്നു. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്നു, 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ 95-ൽ UDF, 2000-ൽ UDF, 2005-ൽ LDF, 2010-ൽ UDF, 2015-ൽ UDF, പിന്നെ 2020-ൽ LDF. അപ്പൊ പത്തനംതിട്ട എനിക്ക് തോന്നുന്നു മനസ്സ് എങ്ങോട്ട് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകൾ, വോട്ടർമാർ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം ഓരോ വോട്ടും അവിടെ പ്രധാനമറിയിക്കുന്ന ഒന്നാണ്. കാരണം ഈ പന്തളം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെയാണ് BJP-യുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെ പന്തളം ഏത് വിധേനയും അവിടെ നിലനിർത്തുക എന്ന് തന്നെ NDA വിചാരിക്കുന്നു. UDF അത് പിടിച്ചെടുക്കാനുള്ള ശക്തമായ രീതിയിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കുക തന്നെ വേണമെന്ന് പറയുന്നു. പക്ഷെ ഇത് എത്രത്തോളം കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. കാരണം പാലക്കാടും പന്തളവും എപ്പോഴും NDA ഉറ്റുനോക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ റോജി പറഞ്ഞതുപോലെ ഈ പന്തളം കൈവിട്ടു പോയി കഴിഞ്ഞാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ നമുക്ക് UDF-ന്റെ നിലവിലെ ശക്തി കേന്ദ്രം കോന്നി പോലുള്ള മേഖലകളിൽ UDF-ന് വലിയ രീതിയിലുള്ള അപ്രമാദിത്വമുണ്ട്. നമ്മൾ 3 ജില്ലകളും നമ്മൾ നോക്കുമ്പോൾ പല മുന്നണികൾക്കും വിമത ശല്യം, റിബൽ ശല്യം, അല്ലെ, അങ്ങനെ പല പ്രശ്നങ്ങളും 3 മുന്നണികളും വിമത ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. അതായത് സാധാരണ ഈ പ്രാദേശിക തലങ്ങളിലേക്ക് പോകുമ്പോൾ പല ആളുകളും സീറ്റൊക്കെ ചോദിക്കുമെങ്കിലും പലപ്പോഴും കൊടുക്കാതെ വരുന്ന ഉടനെ തന്നെ ചെയ്യുന്ന ഒന്നാണ് വിമതനായി മത്സരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിമതശല്യം രൂക്ഷമായ ഒരു സമയം തന്നെയാണ്. ഇപ്പോ LDF-ന് മികച്ച വിജയം ലഭിക്കുമെന്ന് V. ശിവൻകുട്ടി ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ചില വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ചില്ലറ തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏജന്റുമാരെ കടത്തി വിടാത്തതിലുള്ള തർക്കങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ തന്നെയാണ് 3 മുന്നണികളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പറയുന്നത് മികച്ച വിജയം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ തന്നെയാണ് 3 മുന്നണികളും പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. നമുക്ക് പത്തനംതിട്ടയിൽ നിന്നും വിപ്ലവ മണ്ണിലേക്ക് പോകാം, ആലപ്പുഴയിലേക്ക് പോകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയുടെ മനസ്സ് ആലപ്പുഴ എങ്ങോട്ട് ഒഴുകുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എങ്ങോട്ട് ഒഴുകുമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആലപ്പുഴ ഒഴുകുന്നത് 2020-ലും 2015-ലും ആലപ്പുഴ ഒഴുകിയത് ഇടത്തോട്ട് തന്നെയാണ്. കാരണം വിപ്ലവ മണ്ണാണ്, അത് എന്താ പറയുക, ചുവന്ന മണ്ണാണ് എന്നൊക്കെ സഖാക്കൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആലപ്പുഴയുടെ മണ്ണ് എന്ന് പറയുന്നത്. നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിൽ നിലവിൽ ഭരിക്കുന്നത് LDF തന്നെയാണ്. 21-2 മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ആലപ്പുഴയിൽ LDF-നുണ്ട്. 6 മുനിസിപ്പാലിറ്റികൾ ആലപ്പുഴയിലുണ്ട്. അതിൽ 3-3. തീർച്ചയായിട്ടും നമ്മൾ തെക്കൻ ജില്ലകളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് UDF-ന് അല്പമെങ്കിലും ആശ്വസിക്കാവുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ നഗരസഭകളുടെ കാര്യത്തിൽ ആലപ്പുഴയിൽ ലഭിക്കുന്നത്. 3-3 എന്നാണ് നിലവിലെ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ മാവേലിക്കര, ചെങ്ങന്നൂർ, ഹരിപ്പാട് മുനിസിപ്പാലിറ്റികൾ UDF നിലവിൽ ഭരിക്കുന്നു. മറ്റ് മുനിസിപ്പാലിറ്റികൾ ആലപ്പുഴ, ചേർത്തല, ഒപ്പം തന്നെ കായംകുളം മുനിസിപ്പാലിറ്റികൾ LDF ഭരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും നമ്മൾ കണ്ട അതേ ട്രെൻഡ് തന്നെ. മൊത്തം 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 11-ൽ LDF, 1-ൽ UDF. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ LDF-ന്റെ അപ്രമാദിത്വം 2020-ൽ നമുക്ക് കാണാൻ സാധിക്കും. 56 ഗ്രാമപഞ്ചായത്തുകൾ LDF, UDF 15 ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്നു. അപ്പൊ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം കൂടിയുണ്ട് റോജി. 40 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. അപ്പൊ അങ്ങോട്ട് നോക്കണ്ട എന്നുള്ളതാണ്. ആ വോട്ട് എങ്ങോട്ട് പോകുന്നുള്ളത്. അതെ, LDF-ന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശക്തി കേന്ദ്രമാണ്, ആധിപത്യം തന്നെയാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. പലപ്പോഴും വിപ്ലവ മണ്ണ് എന്ന് പറയുന്നത് ഇടത്തോട്ട് തന്നെയാണ് എപ്പോഴും ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇക്കുറി ഒരു മാറ്റി ചിന്തിക്കുമോ എന്നുള്ള കാര്യമാണ് UDF നോക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ NDA അവിടെ ശക്തമായ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും. ഒപ്പം തന്നെ നമുക്കറിയാം അതിനകത്ത് വലിയൊരു കാര്യം കൂടിയുണ്ട്. രാമഗിരി ആ ഒരു മേഖലയിൽ CPM-CPA പോര് നടക്കുന്നുണ്ട്. ആ പോര് സമീപത്തിലെ 5 പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചമ്പക്കുളം പോലുള്ള മേഖലകളാണ് UDF-ന് ഒരു അപ്രമാദിത്വം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ആലപ്പുഴയുടെ മണ്ണ് ഇങ്ങനെയാണ്.
നിൽക്കുകയാണ്. ആലപ്പുഴ ചുവന്ന് തന്നെ നിൽക്കുന്നു 2020. ആ ചുവപ്പ് മാറ്റി അത് വലത്തോട്ട് ഒഴുകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് അല്പസമയത്തിനകം തന്നെ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നമുക്ക് ഡെസ്കിൽ നിന്നും സണ്ണി പീറ്റർ അല്പസമയത്തിനകം തയ്യാറാകും. നമ്മുടെ വോട്ടെണ്ണൽ എപ്പോൾ ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കൊന്ന് റോജി പറഞ്ഞതുപോലെ തദ്ദേശ പോരിന് ഒരു ക്ലൈമാക്സിലേക്ക് അങ്ങ് എത്തുന്ന ഒരു കാര്യം. വോട്ടെണ്ണൽ ഉടൻ തന്നെ ആരംഭിക്കും. വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ഉടൻ തന്നെ നമുക്കറിയാം ഒരു 8:15 തന്നെ കൃത്യമായിട്ടുള്ള ട്രെൻഡുകൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. പ്രേക്ഷകർ ഓർക്കുക, ഇത്രയും ജില്ലകളിലൂടെ നമ്മൾ ആലപ്പുഴ എടുത്തു, കൊല്ലം എടുത്തു, പത്തനംതിട്ട എടുത്തു, നമ്മൾ ഏതെടുത്തു? കോട്ടയത്തേക്കാണ് വരേണ്ടത്. കോട്ടയം എന്ന് പറയുന്നത് LDF ശക്തമായ ഒരു സ്വാധീനമുണ്ട്. പക്ഷേ UDF ആണ് അവിടെ പലപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം എല്ലാം മാറ്റിമറിക്കും എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്. ഞാൻ പറയുന്നത് 146-ലധികം സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ചോദിച്ച സീറ്റുകളെല്ലാം തന്നെ കൊടുക്കുകയും അതുകൊണ്ട് തന്നെ LDF അവിടെ വലിയ വിജയമാണ് പിടിച്ചുകൊണ്ടിരുന്നത്. പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ തട്ടകം തന്നെയാണ്. അത് LDF പിടിച്ചു നിർത്തും. അതുകൊണ്ട് തന്നെ LDF ഈ പ്രാവശ്യം കോട്ടയം ജില്ലയിൽ എത്രത്തോളം മുന്നേറ്റം നടത്തും എന്ന വലിയൊരു ചോദ്യമാണ് അവിടെ നിർത്തുന്നത്. തീർച്ചയായും അതായത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലുള്ള പോരാട്ടം. ഒരു കാലഘട്ടത്തിൽ UDFന് കോട്ടയത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം മലപ്പുറം പോലെ തന്നെ ഒരു ഉറച്ച കോട്ട തന്നെയായിരുന്നു മാണി സാറിന്റെ മണ്ഡലം, ജില്ല, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ ജില്ല. അതുകൊണ്ട് UDFന്റെ ഉറച്ച കോട്ട തന്നെയായിരുന്നു കോട്ടയം. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് UDFന് അത്ര ആശ്വാസകരമായിട്ടുള്ള വാർത്തയല്ല നമുക്ക് കോട്ടയത്ത് നിന്ന് ലഭിക്കുന്നത്. യെസ്, കോട്ടയത്തെ അവസ്ഥ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ 71 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അവിടെ LDF 50, UDF 18, BJP കോട്ടയത്ത് 3 പഞ്ചായത്തുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് പള്ളിക്കത്തോട്, മുത്തോലി പോലുള്ള പഞ്ചായത്തുകളിൽ BJP ആണ് നിലവിൽ ഭരിക്കുന്നത്. ഇനി നമുക്കറിയാം മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ 6 മുനിസിപ്പാലിറ്റികളാണ് നിലവിൽ അവിടെ കോട്ടയത്തുള്ളത്. 4 മുനിസിപ്പാലിറ്റികളിൽ UDF ഭരിക്കുന്നു, 2 മുനിസിപ്പാലിറ്റികളിൽ ആര് ഭരിക്കുന്നു? ഈ പറയുന്നത് പോലെ LDF ഭരിക്കുന്നു. LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ നമുക്കറിയാം ചങ്ങനാശ്ശേരി, പാലയിലൊക്കെ LDF ആണ് ഭരിക്കുന്നത്. വൈക്കം, ഒപ്പം തന്നെ ഏറ്റുമാനൂർ, ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഈ പറയുന്നത് പോലെ UDF ഭരിക്കുന്നു. UDFന്റെ ഒരു ഉറച്ച മണ്ണ് തന്നെയായിരുന്നു ഈ പറയുന്ന കോട്ടയം എന്ന് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് UDF ഇട്ട് LDFിലേക്ക് ചേക്കേറുന്നത്. അവിടെ ഇത്തവണ വലിയ സ്വീകാര്യത റോജി പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും വലിയ സ്വീകാര്യത തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് നിലവിലുണ്ടായിരുന്ന സീറ്റുകളൊക്കെ തന്നെ UDF കൊടുക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കേരള കോൺഗ്രസിന് ഏത് വിധേനയും UDFിലേക്ക് കൊണ്ടുവരാൻ ചില ഒരുക്കങ്ങളൊക്കെ UDFിനുള്ള ഉണ്ടായി. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയുണ്ടായത്. എങ്ങനെയും കോട്ടയം നിലനിർത്തണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ ശക്തമായ ഒരു സാന്നിധ്യം വേണം, അവരുടെ സഹായം വേണമെന്ന് UDFിന് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ ഒരിക്കലും LDF വിട്ടു പോവില്ല എന്ന ഒരു പ്രഖ്യാപനം മാണി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചതുകൊണ്ട്, ജോസ് കെ മാണി മുന്നോട്ട് വെച്ചതുകൊണ്ട് UDFിന് കനത്ത തിരിച്ചടി തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഏറ്റത്. അവിടെ UDFിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു മണ്ണ് മെല്ലെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി